ഹായ്, എല്ലാവർക്കും എസ് എൽ ഡോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് എൻഡ് ആവാനായി, അതായത് അവസാനിക്കാനായി എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണം? നിങ്ങൾ പലരും ആലോചിക്കുന്നുണ്ടാവും. കുറേ കാരണങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൂടി ഇങ്ങനെ ഓടുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം അത് തന്നെയാണ്. റിലേഷൻഷിപ്പ് പെട്ടെന്ന് തന്നെ അവസാനിക്കുകയാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് പറയുമ്പോൾ വളരെ പെട്ടെന്നല്ല, ഇപ്പോൾ കുറച്ച് സമയമൊക്കെ എടുത്ത് വളരെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ടൈമിലൊക്കെ ആ റിലേഷൻഷിപ്പ് എൻഡ് ആവാറുണ്ട്. അതിന് കുറേ കാരണങ്ങളുണ്ടായിരിക്കും. കാരണങ്ങൾ എന്ന് പറയുമ്പോൾ മുമ്പ് മുതലേ കുറേ കാരണങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. സോ നോർമലി നമ്മൾ റിലേഷൻഷിപ്പുകൾ ഇങ്ങനെ അവസാനിക്കുന്നത്, അതായത് ബ്രേക്കപ്പ് ഒക്കെ ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഡിവോഴ്സ് ആണെങ്കിൽ നമുക്ക് ആ രീതിയിൽ എടുക്കാം, അങ്ങനെയൊക്കെ ആവുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ കാരണങ്ങൾ ഉണ്ടായിരിക്കാം? അങ്ങനെ കുറച്ച് റീസൺസ് ആണ് ഇപ്പം ഞാൻ പറയുന്നത്. അതിലൊന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നമ്മുടെ ബൗണ്ടറീസ്, നമുക്ക് എന്തായാലും ഒരു ബൗണ്ടറീസ് ഉണ്ടായിരിക്കും, നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ അത് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സൻ്റെ മേലെ അടിച്ചമർത്താനായിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ, അതായത് ഇപ്പം നമ്മുടെ ബൗണ്ടറി എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ പറയാം, നമുക്ക് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് പുറത്ത് പോകുന്ന സമയത്ത്, സാധാരണ ഒരു റിലേഷൻഷിപ്പിലാവുമ്പോൾ, ഒരിക്കലും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സാധാരണ റിലേഷൻഷിപ്പിലാവുമ്പോൾ നമ്മുടെ പാർട്ട്ണർ നമ്മളോട് ചോദിക്കും, ഇവിടേക്കാണ് പോകുന്നേ എന്നുള്ളത്. അത് സാധാരണമായിട്ടൊരു ക്വസ്റ്റ്യൻ ആണോ? അതെ. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ തിരിച്ചു പറയുകയാണെ, ഇത് എൻ്റെ ലൈഫാണ്, എൻ്റെ ലൈഫിൽ കയറി ഇടപെടാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? ഭയങ്കര മോശമായിരിക്കില്ലേ? അതേപോലെ തന്നെ അവർ നമ്മളോട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇത് വളരെ ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. അതായത് നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്, അപ്പം അവിടെ കയറി അവരിടപെടാൻ വരരുത് എന്ന് പറഞ്ഞിട്ട് കുറേ നിയമങ്ങൾ നമ്മൾ അവരുടെ മേലെ അടിച്ചമർത്തുകയാണ്. ഈ കാര്യങ്ങൾ ചോദിക്കരുത്, ഇതിലിടപെടാൻ വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കാനും പറയാനും അറിയാനും ഒക്കെ അവകാശങ്ങളുണ്ട്, അതിനൊക്കെ പറ്റും എന്നുള്ളതാണ്. പക്ഷെ ഒരു പേഴ്സണൽ സ്പേസ് എപ്പോഴും ഉണ്ടായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് കരുതി നമ്മളുടെ നിയമങ്ങളോ നമ്മൾ പറയുന്ന കാര്യങ്ങളോ അവർ അനുസരിക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇത്തരത്തിൽ ഓരോ കാര്യങ്ങൾ നിങ്ങൾ അവരുടെ മേലെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ നിർബന്ധിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും നല്ലതായിരിക്കില്ല. സോ അത് റിലേഷൻഷിപ്പ് അവസാനിക്കാനുള്ള ഏറ്റവും വലിയൊരു കാരണമായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ റിലേഷൻഷിപ്പിൽ ഒരിക്കലും നിങ്ങൾക്കൊരു ഉയർച്ച ഉണ്ടാവില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇത് നിങ്ങൾക്ക് മാത്രമല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണും അങ്ങനെ തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഈ റിലേഷൻഷിപ്പിൽ നിന്നിട്ട് യാതൊരു കാര്യമില്ല, ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കുകയുള്ളൂ, എനിക്കൊരിക്കലും എൻ്റെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, എൻ്റെ ഒരു ലൈഫിൽ ഗ്രോത്ത് എനിക്ക് സംഭവിക്കില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആ ബന്ധത്തിൽ നിൽക്കാനായിട്ട് താല്പര്യം തോന്നുമോ? ഒരിക്കലും ഇല്ല. അത് തന്നെയാണ് അവർക്ക് ഉണ്ടായിരിക്കുക. സോ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് വിട്ട് ഇറങ്ങണം എന്നാണ് ആഗ്രഹിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന അതേപോലെ തന്നെ നമ്മുടെ ലൈഫിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അവരുടെ ആവശ്യങ്ങൾക്കും അതേപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾക്കും കൂടി നമ്മളൊരു വാല്യൂ കൊടുക്കുക, അതിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവില്ല. നേരെ മറിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ, ഈ ഒരു ബന്ധത്തിൽ നിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഉയർച്ച ഒന്നും ഇല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ തീർന്നു. പിന്നെ നമുക്ക് ആ ബന്ധത്തിൽ നിൽക്കാൻ തോന്നില്ല, പെട്ടെന്ന് തന്നെ ആ ബന്ധം വിട്ട് ഇറങ്ങാനായിരിക്കും നമുക്ക് തോന്നുന്നുണ്ടായിരിക്കാം. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ എപ്പോഴും ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അത് അവർക്കൊരിക്കലും ദഹിക്കില്ല എന്നുള്ളതാണ്. അതായത് ഇപ്പം ശരിക്കും ഒരു റിലേഷൻഷിപ്പ് ആവുമ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ തുറന്ന് പറയാം. എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ പറയാറുണ്ട്. ആഗ്രഹങ്ങൾ പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷെ അത് ആവശ്യങ്ങളായിട്ട് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം വരിക. അതായത് എപ്പോഴും ആവശ്യങ്ങളാണ്, എനിക്ക് അത് വേണം, ഇത് വേണം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പോകണം, ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ആവശ്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നതെന്നുണ്ടെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടണം എന്നില്ല എന്നാണ്. നമ്മുടെ ആഗ്രഹങ്ങൾ പറയുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ ആവശ്യങ്ങളായിട്ട് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. എപ്പോഴും ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലും അത് ഒരു രസം ഉണ്ടാവില്ല. അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെയാണ്, നിങ്ങളായാലും ഞാനായാലും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് കുറച്ചൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കണം എന്നുള്ളത്. അതൊക്കെ ശരിക്കും ഇതിൻ്റെ ഭാഗമായിട്ടൊക്കെ വരും. അതായത് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആണ്, നമ്മുടെ കയ്യിൽ കുറച്ച് എമൗണ്ട്, നമ്മുടെ ഉള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ അടുത്ത് ആവശ്യങ്ങൾ എപ്പോഴും പറഞ്ഞു പോകേണ്ടി വരില്ലല്ലോ. അപ്പോൾ നമ്മൾ അവരുടെ പുറകെ ആവശ്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ അവരുടെ ഉള്ളിൽ വരുന്ന തോന്നൽ എന്ന് പറയുന്നത് നമ്മൾ അവരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അവരെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. ആദ്യമൊക്കെ ഈ ആശ്രയത്തിൽ വലിയ സുഖം ഉണ്ടായിരിക്കും. അതായത് എന്നെ ആശ്രയിച്ച് ജീവിക്കുന്നു, എന്നെ അത്രയും ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ടാവും. പോകെ പോകെ ആശ്രയത്തിന് വലിയ ഒരു രസമൊന്നും ഇല്ലാത്തൊരു രീതിയിലേക്ക് മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകുമ്പോൾ നിങ്ങളോടൊരു ഇഷ്ടക്കുറവും വെറുപ്പും ഒക്കെ വരാം. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നെ ആ റിലേഷൻഷിപ്പ് നിൽക്കോ ഇല്ലേ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത്തരത്തിൽ ആവശ്യങ്ങൾ എപ്പോഴും പറയുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നുണ്ടെങ്കിലും റിലേഷൻഷിപ്പ് അവസാനിക്കാം. ഇനിയിപ്പോൾ അവരുടെ ഭാഗത്തു നിന്നാണ് മിസ്റ്റേക്ക് വരുന്നതെന്നുണ്ടെങ്കിലും അതേപോലെ തന്നെയാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ,
അവരർഹിക്കുന്ന പോലെ അവരെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് നമ്മൾ അവരോട് മാന്യമായി സംസാരിക്കുന്നില്ല, എപ്പോഴും മോശമായിട്ടാണ് പെരുമാറുന്നത്, മോശമായ വേർഡ്സ് യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് നന്നാവില്ല. അർഹിക്കുന്ന പോലെ എന്ന് പറയുമ്പോൾ സാധാരണ ഒരു മനുഷ്യന് നമ്മൾ കൊടുക്കേണ്ട ഒരു മാന്യതയുണ്ട്, മാന്യമായിട്ട് പെരുമാറേണ്ട ഒരു രീതിയുണ്ട്, ഒരു വാല്യൂ ഉണ്ട്. അത് നമ്മൾ കൊടുത്തേ മതിയാവുള്ളൂ. അപ്പം നമ്മുടെ പാർട്ട്ണറോടാണെന്നുണ്ടെങ്കിലോ ഉറപ്പായിട്ട് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിച്ചേ പറ്റുള്ളൂ. നമ്മുടെ വായിൽ നിന്നൊക്കെ വിളിച്ച് പറയാണ്, കയ്യിൽ കിട്ടിയതെടുത്ത് തല്ലുകയാണെന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും? ഒരിക്കലുമല്ല. അങ്ങനെ നമ്മൾ ചെയ്യാതിരിക്കുക. അതായത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ബന്ധം മുന്നോട്ട് പോവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ അവർക്ക് അർഹിക്കുന്ന ആ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക, അർഹിക്കുന്ന വാല്യൂ കൊടുക്കുക, സ്നേഹിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്തെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. ഇതൊന്നും നിങ്ങൾ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ആ ബന്ധം അവസാനിക്കാനുള്ള കാരണമായിട്ട് മാറാം. ഇനി 5ാമത്തെ പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവർക്ക് ഫാമിലി ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ട്, അവരുടെ ചുറ്റും മറ്റു പല ആളുകളും ഉണ്ട്. പക്ഷേ ഇവരുടെ കൂടെ ഒന്നും പോകാനായിട്ട് നിങ്ങൾ സമ്മതിക്കത്തില്ല. നിങ്ങളിങ്ങനെ ഒരു താഴിട്ട് പൂട്ടി വെച്ചിരിക്കുകയാണ്, ഇവിടെ കിടന്നാൽ മതി, ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാകുമ്പോഴും ഒരു എന്താ പറയുക, റിലേഷൻഷിപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോവുക? ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഇപ്പോൾ നമ്മളെ ആണെന്നുണ്ടെങ്കിലും ഒരു 4 ചുമരിനകത്ത് ഇങ്ങനെ പൂട്ടിയിട്ട് പോലെ പൂട്ടിയിടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പൂട്ടിയിടുക എന്നുള്ളതല്ല. പക്ഷെ അതുപോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുക? നമുക്ക് ശ്വാസം മുട്ടൽ ഫീൽ ചെയ്യില്ലേ? അങ്ങനെയല്ലേ ഉണ്ടാവുക? എല്ലാ മനുഷ്യനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ അവരുടേതായിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും അവരുടെ ഇഷ്ടത്തിനും ജീവിക്കാൻ വിടുക. ഇഷ്ടത്തിന് എന്ന് പറയുമ്പോൾ തോന്നിയ പോലെ ജീവിക്കുക എന്നുള്ളതൊന്നല്ല കേട്ടോ. അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും മാന്യമായ രീതിയിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. അവരുടെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ ഉണ്ട്, അവരുടെ കൂടെയൊക്കെ അവർക്ക് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹം സ്വാഭാവികമായിട്ടും വരാമല്ലോ. അതിനൊക്കെ നിങ്ങൾ സമ്മതിച്ചു കൊടുക്കുക. അതിനൊക്കെ ഒരു തടസ്സമായിട്ട് ഒരിക്കലും നിൽക്കാതിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ ഫ്രീഡവും കാര്യങ്ങളൊക്കെ അതൊക്കെ അവരുടേതാണെന്ന് തന്നെ നിങ്ങൾ വിചാരിക്കുക. ഒരിക്കലും അതിന് ഒരു തടസ്സമായിട്ട് നിൽക്കരുത്. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഇത്തരത്തിൽ അവർക്ക് മറ്റാളുകളും ഉണ്ട്, അവരും ഇവരുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളാണെന്ന് മനസ്സിലാക്കി പെരുമാറുകയാണെങ്കിൽ പ്രശ്നമില്ല. എന്നാൽ അതിനൊന്നും സമ്മതിക്കാതിരുന്നാൽ അവിടെ റിലേഷൻഷിപ്പ് അവസാനിക്കാനുള്ള മറ്റൊരു സാധ്യത കൂടി തുറന്നു വരികയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള 5 കാര്യങ്ങൾ സാധാരണ നമ്മുടെ റിലേഷൻഷിപ്പിൽ കാണാറുള്ളതാണ്, റിലേഷൻഷിപ്പ് അവസാനിക്കുന്നതിൻ്റെ കുറച്ച് റീസൺ ആയിട്ട്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ ആണോ നിങ്ങളുടെ കാരണം, അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ഇതിലേതെങ്കിലുമൊക്കെ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതേപോലെ ഇതിലേതെങ്കിലും രീതിയിൽ നിങ്ങൾ പെരുമാറുന്ന ആളുകളൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആ പെരുമാറ്റം നിർത്താനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്